നമസ്തേ, ഞാൻ ഡോക്ടർ അരുൺ കെ ശ്രീധർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയന്റിഫിക് ഫാക്ട്സ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആഴക്കടലിന്റെ സവിശേഷതകളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏകദേശം 200 മീറ്റർ ആഴത്തിൽ പ്രകാശം മങ്ങാൻ തുടങ്ങുന്ന ഭാഗത്തെയാണ് ആഴക്കടൽ എന്ന് വിളിക്കുന്നത്. കുറഞ്ഞ താപനില, ഉയർന്ന മർദ്ദം, ഇരുട്ട് തുടങ്ങിയവ ആഴക്കടലിന്റെ സവിശേഷതകളാണ്. ഇങ്ങനെയുള്ള തീവ്രമായ സാഹചര്യങ്ങൾ കാരണം ആഴക്കടലിന്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതുവരെ പര്യവേഷണം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പ്രകാശം ആഴക്കടലിലേക്ക് എത്താത്തതിനാൽ ഈ ഭാഗത്ത് ജീവൻ നിലനിൽക്കുന്നത് മറ്റിടങ്ങളിൽ നിന്നുള്ള ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിച്ചാണ്. ഹൈഡ്രോതെർമൽ വെന്റുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങൾ ഒഴികെ മറ്റ് സ്ഥലങ്ങളിൽ ഈ ഊർജ്ജം ലഭിക്കുന്നത് ഫോട്ടിക് സോണിൽ നിന്ന് താഴേക്ക് വരുന്ന ജൈവവസ്തുക്കളിൽ നിന്നാണ്. കടലിനടിയിലുള്ള ഒരു വിള്ളലിനെയാണ് ഹൈഡ്രോതെർമൽ വെന്റുകൾ എന്ന് പറയുന്നത്. ഈ വിള്ളലിൽ കൂടി ധാതുസമ്പുഷ്ടമായ ചൂടുവെള്ളം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സമുദ്രത്തിലെ ഓരോ 10 മീറ്റർ ആഴത്തിലും മർദ്ദം ഏകദേശം 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന കണക്കിൽ വർദ്ധിക്കുന്നു. ആഴക്കടലിലെ സലൈനിറ്റി 35 പാർട്സ് പെർ 1000 ആണ്. എന്നിരുന്നാലും ചെങ്കടൽ, മെഡിറ്ററേനിയൻ കടൽ തുടങ്ങിയ കരയാൽ ചുറ്റപ്പെട്ട സമുദ്രങ്ങളിൽ സലൈനിറ്റി വളരെ വ്യത്യസ്തമാണ്. ഉപരിതല ജലവും ആഴക്കടൽ ജലവും തമ്മിലുള്ള പരിവർത്തന മേഖലയെ തെർമോക്ലൈൻ എന്ന് വിളിക്കുന്നു. തെർമോക്ലൈനിന് താഴെ സമുദ്രജലം വളരെ തണുത്തതാണ്. സമുദ്ര ശാസ്ത്രജ്ഞന്മാർ സമുദ്രജലത്തെ 5 വിശാലമായ മേഖലകളായി വിഭജിച്ചിരിക്കുന്നു. സമുദ്ര ഉപരിതലം മുതൽ 200 മീറ്റർ ആഴം വരെയുള്ള ഭാഗത്തെ എപ്പി പെലാജിക് സോൺ എന്ന് വിളിക്കുന്നു. ഇവിടെ സൂര്യപ്രകാശം ലഭിക്കുന്നു. 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ആഴമുള്ള ഭാഗത്തെ മീസോ പെലാജിക് സോൺ എന്ന് വിളിക്കുന്നു. ഇവിടെ മങ്ങിയ പ്രകാശം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ടിലോയിഡ് സോൺ എന്നും വിളിക്കുന്നു. ഇവിടെ ഫോട്ടോസിന്തറ്റിക് ജീവികൾ ഇല്ല. 1000 മീറ്റർ മുതൽ 4000 മീറ്റർ വരെ ആഴമുള്ള ഭാഗത്തെ ബാത്തി പെലാജിക് സോൺ എന്ന് വിളിക്കുന്നു. ഇവിടെ പ്രകാശം തീരെയില്ല. ഇവിടുത്തെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടുത്തെ ജീവിവർഗ്ഗങ്ങൾ സ്വന്തമായി പ്രകാശം സൃഷ്ടിക്കുന്നു. ഈ പ്രതിഭാസത്തെ ബയോലുമിനസെൻസ് എന്ന് വിളിക്കുന്നു. 4000 മീറ്റർ മുതൽ 6000 മീറ്റർ വരെ ആഴമുള്ള ഭാഗത്തെ അബിസോ പെലാജിക് സോൺ എന്ന് വിളിക്കുന്നു. 6000 മീറ്റർ മുതൽ മരിയാന ട്രെഞ്ചിന്റെ അടിഭാഗം, അതായത് 11000 മീറ്റർ വരെ ആഴമുള്ള ഭാഗത്തെ ഹേഡൽ പെലാജിക് സോൺ എന്ന് വിളിക്കുന്നു. സമുദ്ര ഉപരിതലത്തിൽ നിന്നും ആഴക്കടലിലേക്ക് പതിക്കുന്ന ജൈവ വസ്തുക്കളെ മറൈൻ സ്നോ എന്ന് വിളിക്കുന്നു. ആഴക്കടലിലെ ജീവിവർഗ്ഗങ്ങൾ മറൈൻ സ്നോ ഭക്ഷിച്ചാണ് അവയുടെ ജീവൻ നിലനിർത്തുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.